വളരെ സ്നേഹസമ്പന്നമായ ഒരു സാധ്യതയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ശ്രീ എൻ എ മുഹമ്മദ് കുട്ടി, അതുപോലെ തന്നെ നാഷണൽ സെക്രട്ടറിയും ദേശീയ വക്താവുമായി എൻസിപിയുടെ ബ്രിജ്മോഹൻ ശ്രീവാസ്തവ, പിന്നെ വക്കീലടക്കം, ഇപ്പൊ നേരത്തെ ബോധം പറഞ്ഞ വക്കീലടക്കമുള്ള സമുന്നതരായ എൻസിപിയുടെ ഒരു നിറഞ്ഞ സദസ്സിന്റെ മുമ്പിലാണ് എന്റെ ഇതില് സമയം 2:30 മുതൽ 3:15 വരെ. അതെല്ലാവർക്കും അടിച്ചു വെച്ചിട്ടുണ്ട്. മുന്നോട്ടി എല്ലാ പരിപാടി അസൗകര്യം ചെയ്യുമ്പോൾ അങ്ങനെ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാരണം എനിക്ക് നിർത്താൻ അറിഞ്ഞൂട. ചുരുക്കി പറയുക എന്നുള്ളതാണ്, ചുരുക്കി പറയണം താൻ എന്നുള്ളതിന്റെ ഒരു നിർദ്ദേശമാണ്. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്ന് പറയണം, ചുരുക്കി പറയേണ്ടതാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, അവന്റെ പേര് അന്തപ്പൻ എന്നാണ്. ഞങ്ങൾക്ക് ഫിസിക്സ് എടുക്കുന്ന ടീച്ചർ വരാണ്ടായി. സംസ്കൃതം മാഷ് പകരം വന്നു. സംസ്കൃതം നന്നായിട്ട് എടുക്കുന്ന മാഷാണ്, പൊതുവാൾ മാഷാണ്. അപ്പോ ആ പീരീഡ് കഴിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് മാഷ് ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഭാവിയിൽ അവർ ആരായിത്തീരണം എന്ന് പറയും. ആദ്യം അന്തപ്പം പറയാം. എൻ്റെ ഫ്രണ്ടാണ്, ഒരു പലചരക്ക് കട നടത്തുന്ന ആളുടെ മോനാണ്. അവര് എഴുതിട്ടു, അവനാണ് ആദ്യം. അവൻ പറഞ്ഞു പുതുക്കാട്, കാഞ്ഞൂര്, ആമ്പന്നൂര്, ചെങ്ങാതി 4 പലചരക്കൊക്കെ. അവന്റെ ഇളയപ്പൻ ദുബായിലുണ്ട്, അവിടേക്ക് പോകും. അവിടെ 3 എണ്ണം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വാലിനൂർ തിരൂർ അതുവഴി സുഖമായിട്ട് അന്ന് ഈ സുഖസുന്ദരം എന്ന വാക്കവനാണ്. പിന്നെയും പറഞ്ഞു സുഖമായിട്ട് അക്ഷദേശം അശോകനം ഇല്ല. ചുരുക്കി പറയും, നീ ജസീത് പറയണം. ഈ കാശുകൾ അവിടെ എഴുന്നേറ്റ് ഒറ്റ വരുന്ന കാര്യവസായം എനിക്ക് അന്തപ്പന്റെ ഭാര്യയായ മതി. ചുരുക്കി പറയാൻ നടന്നു. ഞാൻ ആദ്യമായിട്ട് രാഷ്ട്രീയ പ്രസംഗം ഞങ്ങള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് കിട്ടില്ല. അപ്പൊ ഞങ്ങൾ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം സൈക്കിൾ ജാഥ എന്നൊരു പരിപാടി അറിയാലോ അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അതിന് ഞങ്ങളുടെ മെമ്പറാണ്. എന്നിട്ട് പാടത്ത് വലിയ എരുമയോ പോത്തോ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കാക്ക മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ വൃന്ദാംഗിച്ചാൽ പോകും. അവിടെ എത്തുമ്പോൾ നമ്മുടെ നേതാവിന് ഉള്ളു പറയും. അപ്പൊ നമ്മുടെ ഒരു ധൈര്യം, ഈ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ചെക്കൻ നമ്മുടെ അടുത്തുണ്ടാവും എന്നുള്ള ധാരണയാണ്. പക്ഷെ ഇങ്ങനെ പാടം നിറഞ്ഞു എടുക്കണം, ഇഷ്ടം മനുഷ്യരുണ്ടാവില്ല. നമ്മുടെ സഹക്കടയിൽ പറഞ്ഞു ഈ മൈക്കുകാർ വണ്ടി സ്റ്റാൻഡിൽ ഇരുന്ന് പറയും, ആ പ്രസംഗത്തിൽ ഞാനൊരു സൂചിപ്പ് വേണം, ഒറ്റ മനുഷ്യനാണ്. ഇതൊക്കെ കുറേശ്ശെ പ്രൊമോഷൻ കിട്ടി. ആദ്യമായിട്ട് ഞാനൊരു പൊതുയോഗത്തിൽ ആൾക്കാർ ഇപ്പൊക്കെ നമ്മുടെ പന്ത്രണ്ട് അവിടെ ചെന്ന് പ്രസംഗമൊക്കെ ആരംഭിക്കുമ്പോൾ എന്നെ പരിചയപ്പെടുത്തി. അന്ന് ഞാൻ പ്രീ-ഡിഗ്രിക്ക് പഠിക്കുക, ഞാനും രാജാവും ഒരുമിച്ച് പഠിച്ചു. കുറച്ചു നേരം പ്രസംഗിച്ചപ്പോ എല്ലാ രാഷ്ട്രീയക്കാരും പ്രസംഗിക്കുന്ന ഒരു വാക്കാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അല്ലേ? ആണല്ലേ? ഞാനിതൊക്കെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറഞ്ഞു പഠിച്ചൊരു എന്ന് പറഞ്ഞു നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇനി ഓർമ്മ ശരിയായിട്ട് പ്രസംഗിച്ചാൽ അത് നമ്മുടെ. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ സുനിൽകുമാറിന് അപ്പൊ പുള്ളി ഒരു ജാഥ നടത്തിയപ്പോ
സമാപനത്തിന് എന്നെ വിളിച്ചു. അന്ധകാലത്തിന്റെ പേപ്പറ് ഞാൻ നോക്കുമ്പോൾ ഞാനങ്ങനെ പ്രസംഗിക്കാൻ ഒരു അമ്മാമ്മ മണ്ണെണ്ണ പാട്ട റേഷൻ കടയുടെ സംഖ്യയൊക്കെ വെച്ച് എൻ്റെ മുമ്പിൽ എനിക്കാണെന്നുണ്ടായ സന്തോഷം ഒരു വേറെ മതത്തിൽപ്പെട്ട അന്നൂർച്ചാല പ്രസംഗം കേട്ട് കൊണ്ടിട്ട വല്യമ്മ ഒന്ന് കണ്ടപ്പോൾ ഞാൻ കഷ്ടപ്പുള്ളതിനായി. അപ്പൊ ഞാൻ പ്രസംഗിച്ച് ഞാൻ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന വേറൊരു വാക്കുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ നിന്നുണ്ട് ഉടനെ വാങ്ങുന്നുണ്ട്, അതിന് ബാറ്റുമോ പിന്നെ ഞാൻ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നൊരു വാക്ക് ഇവിടെ വെക്കാൻ അത് ഇപ്പോഴാണ് അതിൽ മൈക്കിൽ കേട്ടാൽ തന്നെ ഞങ്ങളെ പ്രതിപക്ഷക്കാർക്ക് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാക്കുന്ന മൈക്ക്. ഞങ്ങളുടെ വർഗസമരത്തിൽ പലപ്പോഴും തടസ്സം നിൽക്കും. നിങ്ങൾക്ക് വെറും മൈക്ക്, ഞങ്ങളുടെ വർഗസമരത്തിനെതിരായി നിൽക്കുന്നൊരു ആയുധം. അപ്പൊ അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ തന്ന സമയത്തിന് ഉള്ളിൽ എനിക്ക് പറയാനുള്ള ചെറിയൊരു കാര്യങ്ങൾ ഞാൻ പറയും. ഉറങ്ങണോട്ട് ഉറങ്ങാം. ഇതുപോലെ ഉറങ്ങാൻ പറ്റാവുന്ന ഒരു സമയമില്ലാണ്ട് ഞാനൊക്കെ ബി എക്ക് ശങ്കരയിലെ പഠിച്ചത്, അന്ന് കോളേജോടിന്റെ ചെയർമാൻ. ഞാൻ കൂടി ഉച്ചയ്ക്ക് ക്ലാസ്സിൽ കയറാം. കാരണം വെച്ചാൽ ഭാസ്കരന്റെ ക്യാൻറ്റീനിൽ ഊണ് സൗജന്യമാണ്. ആ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റാവുന്ന ഒരു സ്ഥലം നമ്മുടെ ക്ലാസ് മുറിയാണ്. സേഫാണല്ലോ അവിടെ. സാറ് പറഞ്ഞിട്ടുണ്ട് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അമിതാഭ് ബച്ചന്റെ അച്ഛൻ, അമിതാഭ് ബച്ചന്റെ ഉയരവുണ്ട്, അമിതാഭ് ബച്ചനേക്കാൾ കൂടുതൽ വിവരവും ഗുരു ബച്ചൻ എന്നാണ്. അദ്ദേഹമാണ് ബംഗാൾ കി കാൽ എന്ന് പറയുന്ന ബംഗാളിലെ ക്ഷാമത്തെക്കുറിച്ചുള്ള പുസ്തകം വായിച്ചാൽ നമ്മൾ ആ പുസ്തകം ക്ലാസ് എടുക്കുന്ന ഹിന്ദി ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സഹാവ് ഓരോ ക്ലാസ്സുകളൊക്കെ നടന്ന് പ്രവർത്തിച്ച് ക്ഷീണിച്ച് വന്നതല്ലേ, എൻ്റെ ക്ലാസ്സിലോ നീക്കും കുഴപ്പമില്ല, എപ്പോഴെങ്കിലും വായിച്ചു നോക്കിയിട്ട് പരീക്ഷ എഴുതിയാൽ മതി എന്ന്. എനിക്കിപ്പോ ഒരു ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരും ഉറങ്ങില്ല. കാരണം ഈ യോഗത്തിന്റെ പേര് തന്നെ ഉണർത്തുന്നത് ഞാൻ മമ്മൂട്ടിന് സമ്മതിച്ചു. ഇതുപോലെ ഇനി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങിക്ക് എൻസിപ്പിൽ കൂടെ നടക്കാൻ പറ്റുമോ? മനുഷ്യന് കുടിക്കലാക്കുക എന്നുള്ളത് ഇതുപോലെ. എനിക്കിത് കണ്ടപ്പോഴാണ് ഒരു ധൈര്യം വന്നത്. ഉറങ്ങുന്ന ആളുകളൂടെ എങ്ങനെയാണ് പ്രസംഗിക്കുക ദൈവമേന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ചാണ് വന്നത്. അപ്പോഴാണ് ഉണർന്നു നിർത്തി എനിക്ക് കിട്ടിയ വിഷയവും അതിമനോഹരമായ വിഷയമാണ്. സമകാലിക കേരള രാഷ്ട്രീയം. ഞാൻ ഇങ്ങനെ നോക്ക് ഇങ്ങനെ നോക്കുമ്പോ ഞാൻ ഈ ഉണർവ് യോഗത്തിന്റെ താഴെ ഒരു വാക്ക് എഴുതുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടും മതി. വാക്ക് എഴുതുന്നത് ഇത്രയേ ഉള്ളൂ. മിഷൻ 25. മിഷൻ 25 എന്ന് പറഞ്ഞാൽ മിഷൻ 2025 അപ്പോസ്ട്രോഫി. അന്ന് എന്താ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്ന വർഷം ഉറക്കെ പറയാം. ഞാൻ നിങ്ങളെ പലരും ജില്ലാ പ്രസിഡന്റായിട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ 3 ആളുകൾ എനിക്കിപ്പോൾ കാണാം ഇവിടെ. ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് എത്ര ആൾ. ഞാൻ പറയാം, 100 പഞ്ചായത്ത് മെമ്പർമാരെ എനിക്ക് കാണാം, 10 ബ്ലോക്ക് മെമ്പർമാരെ എനിക്ക് കാണാം, 2 ജില്ലാ കൗൺസിലർമാരെ കാണാം, അതിലൊരാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാവും, 3 പേര് കോർപ്പറേഷൻ മെമ്പർമാരാണ്, ഭാഗ്യമുണ്ടെങ്കിൽ വൈസ് ചെയർമാൻ, 10
മുനിസിപ്പാലിറ്റി മെമ്പർമാരുണ്ടാവും. ഇത്രയും മതി NCPക്ക് എന്ന് തോന്നുന്നവരൊന്ന് കൈയടിച്ചിട്ട് അതെ. അല്ല, അവര് പ്രവർത്തിച്ച് ഒന്ന് കൈയടിച്ചു. ഇത്രയും ആളുകൾ വന്നാൽ തന്നെ നിങ്ങൾ പിടിച്ചാൽ കിട്ടില്ല. വിയറ്റ്നാം കോളനിയില് മോഹൻലാല് ആ പശുവിന്റെ കയറുമ്പോ പിടിച്ച പോലെ എന്തോരം മനക്കട ഉണ്ടായി. ആ പശുവിന്റെ കയറുണ്ടാവും. അങ്ങനൊരു പിടുത്തം ഇത് ഞാൻ അങ്ങനെ വിടില്ല. തകഴി എന്ന് പറയുന്ന മനുഷ്യൻ ആ പരീക്കുട്ടിയുടെ പാട്ട് പാടുന്ന കടപ്പുറത്ത് മറ്റേ മീൻ പിടിക്കാൻ പോയ സ്രാവിനെ ഒറ്റയ്ക്ക് പിടിക്കാൻ പോയവൻ ആ ചൂണ്ടങ്ങ് വിട്ടിട്ട് ചാവുമോ? ചില നിശ്ചയങ്ങളുടെ മുമ്പിൽ വിട്ടുകൊടുക്കുന്ന പ്രശ്നത്തെ അങ്ങനെ ആ നിശ്ചയം എടുത്താൽ നമ്മൾ ആ നിശ്ചയം എടുത്തതാണ്. നിശ്ചയങ്ങളെല്ലാം ആനന്ദമാണ്, അത് അവസാനിക്കാത്ത. അതുകൊണ്ട് വിഷൻ 2025 എന്ന് പറയുന്ന അല്ലെങ്കിൽ വിഷൻ 2025 എന്ന് പറയുന്ന ഒരു അജണ്ട നിങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ. ആ ഡിസ്കഷന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഇന്നത്തെ മലയാള മനോരമ പത്രം. എൻ്റെ കയ്യിൽ വേറെ പാഠപുസ്തകമൊന്നുമില്ല. മലയാള മനോരമ പത്രം വായിച്ചാൽ നമ്മൾ കേരളം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കും. ഇന്നത്തെ ഞാൻ ഒരു ദിവസത്തെ, കാരണം നിങ്ങളെല്ലാവരും വായിച്ചിരിക്കാൻ നിങ്ങളൊരു പത്രമാണെന്നുള്ളതുകൊണ്ട് ഒറ്റ ദിവസത്തെ പത്രം. എനിക്ക് പത്രം വായിച്ചിട്ട് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പണ്ട് ജാതകം നോക്കുമായിരുന്നു. ജാതകം പത്രത്തിൽ വരും. അപ്പോൾ കേരളം കിഴക്കോട്ട് പോകുന്നത് ഉത്തമമല്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു കിഴക്കോട്ട് പോകണം. അപ്പൊ എക്സ്പ്രസ്സിൽ പറഞ്ഞു പടിഞ്ഞാട്ട് പോകുന്നത് ഉത്തമമാണ്, അപ്പൊ പടിഞ്ഞാട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് മാതൃഭൂമി നോക്കിയിട്ട് പറഞ്ഞു തെക്കോട്ട് തീരെ പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തെക്കോട്ട് പോകണം. പിന്നെ ഒരു സാധ്യത വടക്കോട്ട് പോകാനുള്ള സാധ്യത. അത് വേറെ പത്രം വായിച്ചു പറഞ്ഞു ഭരണി നക്ഷത്രക്കാര് വടക്കോട്ട് ഇന്ന് പോകുന്നത് ശരിയല്ല. ഞാൻ പോയിട്ട് പറഞ്ഞു വീട്ടിൽ മുകളിലേക്ക് എന്നോട് വീട്ടിലേക്ക് പത്രം അങ്ങനെ ചില ഇൻഫർമേഷൻ മിസ്ഇൻഫർമേഷൻ തരും. പക്ഷെ ഇന്നത്തെ പത്രം അങ്ങനെയല്ല. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ ചെന്ന് തൊട്ട ഒരു കേരളവും. കേരളം ഉണ്ടായത് 1956 നവംബർ മാസം 1-ാം തീയതി. അന്ന് ഉണ്ടാക്കപ്പെട്ട കേരളത്തിന്റെ 10 പ്രത്യേകതയുണ്ട്. 10 പൈതൃകം, 10 സമ്പത്തുമായിട്ടാണ് കേരളം. ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത് EMS ആണ് കേരളം ഉണ്ടാക്കിയത്. പുള്ളിയാണ് അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ട്. അത് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് വിരോധമില്ല. നമ്മള് എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്ന ആളുകളാണ്. കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. നമുക്ക് വലിയ വലിയ ആളുകളെ ബഹുമാനിക്കുക. അവർ പറഞ്ഞതാണ് ഏറ്റവും അവസാനത്തെ ആളുകൾ ഉത്തരം എന്ന് പറഞ്ഞ് ഇരിക്കുക. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ സംഘടന അത് വായിച്ചപ്പോഴാണ് നമുക്ക് കേരളം അതിന് മുമ്പാടൊക്കെ ഒരുപാട് ആളുകളുടെ പേര് കണ്ണിയുണ്ട ആളുകളെന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. EMS പത്രത്തിൽ എനിക്ക് വിശ്വാസമായി. നമ്മുടെ പാർട്ടിയാണ് കേരളം ഉണ്ടാക്കിയതെന്നൊരു തോന്നലുണ്ട്. അത് നമ്മൾ എല്ലാ സ്ഥലത്തും പ്രസംഗിച്ചു. ശ്രീനാരായണ ഗുരു അങ്ങനെയൊക്കെ പറഞ്ഞ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പ്രസംഗിച്ചു. പക്ഷെ 56 നവംബർ മാസം 1-ാം തീയതി ഉണ്ടാക്കിയ കേരളത്തിനുണ്ടായ 10 മൂലധനം. ഒന്നാമത്തെ മൂലധനം നമ്മുടെ പ്രകൃതിയാണ്. നമ്മുടെ പ്രകൃതി പോലെ ലോകത്ത് ഒരു സ്ഥലത്തും ഇതുപോലെ പ്രകൃതി. ഇതിന്റെ ചില ഏറ്റക്കുറച്ചിലുകൾ വേണമെങ്കിൽ ശ്രീലങ്കയിൽ കാണാം, അല്ലെങ്കിൽ തൊട്ടയൽപ്പക്കത്തെ രാജ്യങ്ങളിൽ കാണാമെന്നല്ല. കേരളം പോലെയുള്ള ഒരു പ്രകൃതി നിങ്ങളൊന്ന് കേരളത്തെ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കി. ഒരു ഭാഗത്ത് മുഴുവൻ കടലാണ്. അതുകൊണ്ടാണ് അതിമനോഹരമായ പാട്ട് നമുക്ക് കിട്ടിയത്. കടലിനക്കരെ പോണവര് കാണാ പെണ്ണിനെ പോണവര് പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും.
ഈ കടലിൽ നിന്ന് ഉയരുന്ന ചൂടുള്ള കാർമേഘം ആകാശത്ത് ഇങ്ങനെ തട്ടിക്കൂടി പിന്നെ അങ്ങോട്ട് പോവില്ല. കാരണം ഈ മേഘങ്ങൾ ചെന്നെത്തുന്ന സ്ഥലത്ത് പശ്ചിമഘട്ടമാണ്. മഴയ്ക്ക് പെയ്തേ മതിയാവും. 41 നദികൾ, 52 ലക്ഷം കിണറുകൾ, 56 മലനാട്, ഇടനാട്, തീരനാട്, അതിമനോഹരമായൊരു ഭൂപ്രദേശം നമുക്ക് 56. അതിനെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഈ നിലവാരത്തിൽ എത്തിച്ചു. ഈ പ്രകൃതി മൂലധനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കണം. അതിനെ എണ്ണൊന്നൊരു പ്രശ്നം. ഇപ്പൊ വലിയ ചെമ്പുകലത്തില് ചോറ്, ആ ചോറിലിടുന്ന ഉപ്പ് എന്തോരുണ്ടാവും? ഒരു ആദിന്റെ വിത്ത് ഒരു പയറുമണിയുടെ വലിപ്പമില്ല. ഇത്രയും പോകുന്ന ഈ ഹോള് പ്രകാശമാനമാക്കാൻ ഒരു ചെറിയ ബൾബും. അതാണ് NCPയെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി. ഇങ്ങനെ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. അത് പുനഃസ്ഥാപിക്കാൻ ഉണ്ടാക്കപ്പെടുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നിടത്താണ് നമ്മൾ പ്രസക്തി. ഞാൻ അവിടുന്ന് പിന്നെ നിങ്ങൾക്ക് പൂരിക്കാവുന്നത് ഈ പ്രകൃതി മൂലധനം, പാരിസ്ഥിതിക മൂലധനം, മനുഷ്യ മൂലധനം, ആത്മീയ മൂലധനം, സാംസ്കാരിക മൂലധനം, രാഷ്ട്രീയ മൂലധനം, ധാർമ്മിക മൂലധനം, മതാതീത കൂട്ടായ്മയുടെ മൂലധനം, വിദ്യാഭ്യാസ മൂലധനം, ആരോഗ്യ മൂലധനം. ഇങ്ങനൊരു കേരളത്തെയാണ് 57 ഏപ്രിൽ മാസം 5-ാം തീയതി കേരള ജനത തിരഞ്ഞെടുത്ത ബഹുമാന്യനായ EMSന്റെ കീഴിൽ. അതിമനോഹരമായ ആ ചടങ്ങിന്റെ ആയിരക്കണക്കിന് വർണ്ണാഭമായ വിശകലനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്. EMS അന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ ഇട്ട ഷർട്ട് ബട്ടൺസ് ഈ ഭാഗത്തെ ബട്ടൺ EMS അന്തർജനത്തിനോട് പറഞ്ഞു, ഇത് എന്താ ബട്ടൺസ് ഇല്ലല്ലോ, എന്താ ചെയ്യുക? അപ്പൊ അന്തർജനം ബ്ലൗസിൽ നിന്ന് ഒരു പിന്ന്, അതിന്റെ പേര് തന്നെ സേഫ്റ്റി പിന്നെന്ന്. കാരണം ആ സേഫ്റ്റി ആഗ്രഹിക്കുന്ന പെണ്ണ് ആഗ്രഹിക്കാതെ ഇത് ഊരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അതിന് സേഫ്റ്റി പിന്ന് എന്ന്. ഇപ്പോഴത്തെ പിന്നെ സ്ത്രീകൾക്ക് സേഫ്റ്റി പിന്നൊന്നും വേണ്ട. എനിക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് സ്ത്രീകൾക്ക് തോന്നുന്നത് അവർക്ക് നീതിവീഴ്ച വന്നാൽ യാതൊരു പ്രശ്നമില്ല. ഞങ്ങളുടെ ആണുങ്ങളോ നീതിവീഴ്ച വന്ന് ആ സേഫ്റ്റി പിന്നെ അങ്ങോട്ട് അന്തർജനം. അങ്ങനെ സത്യപ്രതിജ്ഞയ്ക്ക് അവിടെ അനൗൺസ്മെന്റ് നടക്കുകയാണ് ഗവർണറോ. അപ്പൊ പവന് അന്ന് കുത്തി സഖാവാണ്. അവനെ ചോദിച്ചു, വാച്ച് വേണ്ടേ തിരുമേനി? വാച്ച് അന്തസ് വായിച്ച് പാർവതി പവനന്റെ ഭാര്യ ചേച്ചി വാങ്ങിച്ചു കൊടുത്ത വാച്ചാണ് പവനന്റെ കയ്യിൽ. ആ വാച്ച് ഊരി EMSന്റെ. അങ്ങനെ സേഫ്റ്റി പിന്നെ കുത്തി പവനന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ വാച്ചുമായിട്ടാണ് ഈ 10 മൂലധനങ്ങളെ കാക്കാൻ ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി, ആദ്യത്തെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ. അതിന്റെ സ്ഥിതി, ആരോഗ്യ മൂലധനം നമ്മുടെ സ്ഥിതി എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിൽ വന്നു. ഞാൻ ചോദിക്കാറുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ആളുകളോട്, ഇവിടെ പോയിട്ട് എന്തായി ഷീറ്റ് തന്നു. അര തന്നെ ഒരു അന്ത് കൊടുത്തൊരു പെൺകുട്ടി. മിക്കതും അത് ഇന്റേൺഷിപ്പ് പഠിക്കുന്ന പെൺകുട്ടിയായി.
അതിൽ കംപ്ലീറ്റ് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഒരു മരുന്നും ഇവിടെ ഇല്ല. കാരുണ്യ ഫാർമസി ഇന്നത്തെ മലയാള മനോരമയിലെ ഒരു വിശേഷം, ക്യാൻസറിനുള്ള മരുന്ന് സൗജന്യമായിട്ട് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നം. അതിപ്പോ വീണ ജോർജ് എന്ന് തെറ്റു വായിച്ചു എന്നുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ കൃഷി 5 ലക്ഷം കോടി രൂപ കടത്തിലാണ്. ആ 5 ലക്ഷം കോടി രൂപയുടെ കടത്തിന്റെ മിനിമം പലിശ കൊടുക്കാനും അതിന്റെ തിരിച്ചടവിനുമുള്ള കടം നമ്മൾ അഗാധമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി, നമ്മുടെ സാമ്പത്തിക ഭദ്രതാ മൂലധനം ഒക്കെ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ 57 ലോകത്ത് ആദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരും അതിനുശേഷമുള്ള സർക്കാരുകളും വിദ്യാഭ്യാസം നടത്തിച്ച് നരബലി വരെ എത്തുന്ന ഒരു കേരളത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു? ഇനി ബോംബ് വെക്കല്ലേ ചേട്ടാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ചോറ്റുപാത്രം തുറന്നു കഴിക്കാൻ നോക്കിയാൽ ഒരു പൊട്ടി മരിക്കും എന്ന് ഒരു പെൺകുട്ടി ടെലിവിഷനിൽ വന്ന് കൈകൂപ്പി പറയുന്ന ഒരു കേരളത്തെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു മതത്വം ഏറ്റവും നികൃഷ്ടമായി ആ മതത്തിലെ ആളുകളോട് ഉപയോഗിക്കരുത്, അനുകൂലിക്കരുത്, അനുസരിക്കരുത്, ആലോചനയിൽ പോലും പ്രേമിക്കരുത് എന്ന് പറഞ്ഞൊരു വാക്കാണ് കാത്ത്. ഇബ്ലീസ് അധാർമികമായ ചെകുത്താൻ, അത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി കാഫിറാണ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് വരികയാണ്. ആ പോസ്റ്റിന്റെ മുകളിൽ കാണുന്ന പേര് ലതിക എന്നാണ്. 57 നമ്മളിങ്ങനെ ഒരു കേരളത്തെ കണ്ടിട്ട് എല്ലായിടത്തും നമ്മളിങ്ങനെ തകരുക. കഞ്ചാവ് വിൽക്കുന്ന പെൺകുട്ടികളുടെ നഗരത്തിലിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. തൊട്ടപ്പുറത്തെ ഏതെങ്കിലും യൂത്ത് ക്യാമ്പ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കഞ്ചാവ് വിതരണം ചെയ്യും. എന്നോട് ഞാനൊരു സെമിനാറിൽ പോയി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ 3 പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ മാർക്സിന്റെ ഒരു പുസ്തകത്തെ പരിചയപ്പെട്ടു. ഞാൻ മാർക്സിന്റെ ഒരു പുസ്തകത്തെ കൂടി പരിചയപ്പെട്ടു. മാർക്സ് ജെന്നിക്ക് എഴുതിയ പ്രമേയം. അപ്പൊ 2 പുസ്തകം. ഞാൻ പിന്നെ രണ്ടാമത്തെ ഡിസ്കവറി ഓഫ് ഇന്ത്യ പരിചയപ്പെടുത്തി. ഞാൻ ഒരു പുസ്തകം കൂടി പരിചയപ്പെടുത്തി. നെഹ്റു എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ ഭാര്യയ്ക്ക് എഴുതിയ പ്രേരണ. മൂന്നാമത് ഞാൻ രാമായണത്തെ പരിചയപ്പെടുത്തി. അത് വലിയൊരു മഹർഷി എഴുതിയ പുസ്തകം. ഒരു അനുബന്ധമായ ഒരു പുസ്തകം കൂടി ഞാൻ പരിചയപ്പെടുത്തി. 64 തരത്തിൽ ശരീരം കൊണ്ട് എങ്ങനെ പ്രണയിക്കാം എന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതൊരു ശാസ്ത്രമാണ്, കാമശാസ്ത്രം. അത് എഴുതിയത് വാത്സ്യായനൻ എന്ന് പറയുന്ന ഒരു മഹർഷി. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ പോയി ആളുകളൊക്കെ കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ രണ്ടാമത് പറഞ്ഞ ഒരു പുസ്തകം അത് ഏത് പുസ്തകശാലയിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഒറ്റ ആള് ഡിസ്കവറി ചെയ്തത്. ഞാൻ പറഞ്ഞു കിട്ടും. ഇംഗ്ലീഷിലാണെങ്കിൽ പെൻഗിൻ ബുക്സ് കിട്ടും, മലയാളത്തിലാണെങ്കിൽ DC ബുക്സ് കിട്ടും. അവർക്ക് പിന്നെ മലയാളം ആവശ്യമില്ല, അവർക്ക് മലയാളം അറിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ നോക്കുക. വായന എന്ന് പറയുന്നത് മരിച്ചുപോയൊരു കാലഘട്ടം. നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം മരവിച്ച് നിൽക്കുക. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇന്നത്തെ കാര്യം.
അടുത്ത സ്പീക്കർ വന്നു എന്നുള്ളത് തന്നെ തനിക്ക് നിർത്താൻ സമയമായി എന്നതിന്റെ സൂചനയായിട്ട് നമ്മൾ എടുക്കണം. ഭാഷയുടെ പ്രസംഗം നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, ഇന്നും കൂടി ഒന്നുകൂടി കേൾക്കുക. അപ്പൊ തകർന്നു തരിപ്പണമായി കിടക്കുന്ന ഒരു കേരളത്തിന്റെ ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇനി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാം. ഞാനാണ് സംസ്ഥാന ചലച്ചിത്ര കോർപ്പറേഷന്റെ ചെയർമാനായി. ഞാനൊരു താത്വിക സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുവാൻ. ആ സിനിമയുടെ പേരാണ് ആൻഡ്രോയിഡ് കുഞ്ഞ്. ഒരു പാവ മനുഷ്യൻ പശുവിനൊക്കെ കറന്ന് നാട്ടില് ജീവിച്ചിരുന്ന ആ മനുഷ്യന്റെ ഭാര്യ മരിച്ചു. അയാൾക്കൊരു മകനുണ്ട്. അവനൊരു ചൈനയിൽ ജോലി കിട്ടി. ഇനിയിപ്പോ ചൈന എന്ന് പറഞ്ഞ് വിഷമാണെങ്കിൽ ചൈന എന്നുള്ളത് ഞാൻ പിൻവലിച്ചു. വിദേശ രാജ്യത്ത് ജോലി കിട്ടി. ചൈന എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്ക് അഡ്വാൻസ്ഡ് ആയ ഒരു രാജ്യം. ആ രാജ്യത്ത് ജോലി കിട്ടിയപ്പോ ആളുകൾ ഇങ്ങനെ കാണുമ്പോ ഒരു ആണും പെണ്ണും അത് തമ്മിൽ കണ്ടുമുട്ടി പ്രേമായി. അപ്പൊ ഈ പെണ്ണിനോട് പറഞ്ഞു എനിക്ക് മടങ്ങിപ്പോ. അപ്പൊ അവിടെ വെച്ച് എന്തിനും നമ്മുടെ കല്യാണം കഴിച്ച് കൂടിക്കൂടെ? അത് പറ്റില്ല, കാരണം എന്റെ ഫാദറെ സഹായിക്കാൻ ആരും. അപ്പൊ അവൾ വളരെ ബുദ്ധിമുട്ടിയായ ഒരു സ്ത്രീയാണ്. സാധാരണ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ബുദ്ധിയുണ്ട്. അതിന്റെ ഒരു ബയോളജി അങ്ങനെയാണ്. നമ്മുടെ ഭാര്യ നമ്മളോട് ഇങ്ങനെ കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ എപ്പോ അത് കൊളായി നോക്കിയാൽ മതി. കാരണം അവർക്കൊരു ഇൻഡിറ്റീവ് കപ്പാസിറ്റി വേറെ പാസ്സായതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു ഞാനൊരു മെഷീൻ തന്നെ, ആ മെഷീൻ നീ വിളിച്ചുകൊണ്ടു. സുരാജ് വെഞ്ഞാറമൂടാണ് ആ മധ്യവയസ്കൻ. ഈ പെണ്ണ് ഒരു മെഷീൻ കൊണ്ടുവന്നു. സുരാജ് വെഞ്ഞാറമൂടിന്റെ ഭാര്യ, ആ കഥാപാത്രമായി ജീവിച്ചിരുന്നവന്റെ ഭാര്യ കെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ മെഷീൻ ഇയാൾ കെയർ ചെയ്തു. അവസാനം ഈ മകനെ പോലും അയാൾക്ക് വേണ്ടെന്നു. അത് എവരിത്തിങ് ഈസ് ഡൺ. എല്ലാ കാര്യങ്ങളും ആര് ചെയ്തു തരുന്നു? ഈ മെഷീൻ ചെയ്യും. ബയോടെക്നോളജിയും ഇൻഫോർമേഷൻ ടെക്നോളജിയും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഏത് സാങ്കേതിക വിദ്യ ആദ്യം പിടികൂടാൻ പോകുന്ന സമൂഹത്തിന്റെ പേരാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ പേര്. ഇന്നലെ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിലെ പ്രധാനപ്പെട്ട ലേഖനങ്ങളിൽ ഒന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നില്ല. ഞാൻ ആ ലേഖനം എഴുതിയ സുഹൃത്തിനോട് പറഞ്ഞു, സുഹൃത്തെ, കുഞ്ഞുങ്ങൾ മാത്രമല്ല മധ്യവയസ്കന്മാരും പുറത്തു വരുന്നത്. എന്റെ പ്രായത്തിൽ അതിമനോഹരമായ ശൃംഗാര ഭാഷ ഒരു പെൺകുട്ടി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ വാതിൽ കൊടുക്കുമോ? നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാണ്ട് തന്നെ പലരും വാതിൽ കൊടുക്കുന്നത്. അപ്പോൾ AI സാങ്കേതിക വിദ്യയുടെ നിർമ്മിത ബുദ്ധി മനുഷ്യബുദ്ധിയേക്കാൾ കൂടുതൽ ഉന്നത സ്ഥാനം കൈവരിക്കുന്ന ഒരു സാമൂഹിക ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പുതിയ കേരളത്തെ കുറിച്ച് ചിന്തിക്കുക. ഈ കേരളം നിർഭയപ്പെടുത്തി ഞാൻ ഒറ്റ മാർഗം, ഒറ്റ അധികാരങ്ങൾ കേന്ദ്രീകരിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ ഇതിഹാസങ്ങളെല്ലാം പറയുന്നത്. രാവണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശിവന്റെ കയ്യിൽ നിന്നും കൈലാസം ഇളക്കിയിട്ടാണ് ചന്ദ്രഹാസം കഴിക്കാൻ. എല്ലാം അവന്റെ കീഴിലാവണം എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് മഹർഷി ഉണ്ടാക്കിയത്, രാവണൻ. അപ്പൊ ആ രാവണനെ തകർക്കാൻ
ദൈവം ഒരു പുതിയ അവതാരത്തിൽ വരികയാണ് രാമൻ. എന്നിട്ട് ഈ രാവണൻ എന്ന് പറയുന്ന അമിതാധികാരത്തിന്റെ ശക്തിയെ രാമായണത്തിന്റെ പേജുകളിൽ തല്ലി തകർത്തി. ഇതേപോലൊരു കഥ, ബാബേൽ ഗോപുരത്തിന്റെ കഥ ബൈബിളിലും ഖുറാനിലും. മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിച്ച് സ്വർഗത്തിലേക്ക് എത്തും വിധമുള്ള ഒരു വലിയ ടവർ പണിയാണ്. ടവർ പണിതപ്പോൾ ദൈവം വേറെ ഒന്നും ചെയ്തു. ഈ ടവർ പണിയുന്ന ആളുകൾ തമ്മിൽ സംസാരിക്കാനുള്ള ഭാഷ വ്യത്യാസം. ഞാൻ മലയാളത്തിൽ പറയണത് പുള്ളി ഹിന്ദിയിലാണ് കേട്ടത്. ഞാൻ ഹിന്ദി എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ 3 ദിവസം ഡൽഹിയിലും അതല്ലാത്ത ആയോജിച്ചാണ്. കുറച്ചുകൂടി ശർക്കര ഇതിലിടും, മധുരം പോരാ, इसमें शक्कर नहीं, अभी कुछ शक्कर दे दो എന്ന് പീഡിക്ക് പഠിക്കണേ. എനിക്ക് എന്ത് ഹിന്ദിയാണ്, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ്. പക്ഷെ എന്നാലും സംസാരിക്കാനുള്ളത് ധൈര്യം. സെബാസ്റ്റ്യൻ പോളിനെ പോലെ പ്രൗഢഗംഭീരമായി പാർലമെന്റിൽ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ഞാൻ ഇങ്ങനെ അതിവിസ്മയത്തോടെ കണ്ടിട്ട് നിൽക്കും. അതൊരു മാഗ്നാനിറ്റി, ഭാഷാസൗകര്യം. അപ്പൊ ആ ബാബേൽ ഗോപുരം പറഞ്ഞു എല്ലാ അമിതാധികാരങ്ങളെയും തകർക്കാൻ വേണ്ടിയുള്ള 3 പ്രസ്ഥാനങ്ങൾ ലോകത്തുണ്ട്. ഒന്ന് മഹാനായ മാർക്സും ലെനിനും കൊണ്ടുവന്ന, ലെനിനാണ് പ്രയോഗം കണ്ടുപിടിച്ചത് സോവിയറ്റുകൾ. വളരെ പ്രാദേശിക തലത്തിൽ പട്ടാളക്കാരുടെയും കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും തെരഞ്ഞെടുക്കപ്പെട്ട സമിതി ഭരണം നടത്തി. രണ്ടാമത്തത് മാവോയിസം. അധികാരം തിരിച്ചു പിടിക്കട്ടെ, കമ്മ്യൂണുകൾ ചൈന ഭരിച്ചു. മൂന്നാമത്തേത് മഹാത്മാഗാന്ധി സ്വരാജ്. ഈ 3ഉം ആറ്റി കുറുക്കി ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യം ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ അനുകൂല്യത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ നഗരപാലിക ബില്ല് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏതാളാണത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോ വണ്ടിക്കുറിച്ച് കാശ് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാറുണ്ട്. ചിലർക്കൊക്കെ വണ്ടിക്കുറിച്ച് കാശ് കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ കിട്ടുക. പക്ഷെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന, നഗരപാലിക എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വന്നിട്ട് പറഞ്ഞു, ഗ്രാമസഭയാണ് ഇനി അധികാരത്തിന്റെ കേന്ദ്രം. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഈ ഇരിക്കുന്ന ഞാനടക്കമുള്ള ഭൂരിപക്ഷം പേരും ഇന്ന് വരെ പങ്കെടുക്കാത്ത ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അരമണ്ഡല. ഇന്ന് വരെ പങ്കെടുക്കാത്ത ഈ ഗ്രാമസഭയിലേക്ക് കേരളത്തിന്റെ ജനാധിപത്യത്തെ തിരികെ നിക്ഷേപിക്കാൻ ദൈവമുണ്ടാക്കിയ ഒരു വേദിയാണ് മമ്മൂട്ടി ഉണ്ടാക്കിയത് എന്ന് വിശ്വസിച്ച് ഒന്ന് കൈയടിച്ചാൽ അത് തന്നെ ഒരു വിശ്വാസം. തിരിച്ചു പിടിക്കണം. അത് വക്കീലായതുകൊണ്ട് ഞാൻ പറയാണ്, ജഡ്ജി പറഞ്ഞു നിന്ന് തൂക്കില്ല, നിനക്ക് എന്തെങ്കിലും പറയാനായി പറഞ്ഞു. പ്രതി പറഞ്ഞു എന്നെ തൂക്കില്ല, എനിക്ക് അർത്ഥമില്ല. അപ്പൊ ജൂനിയറായിട്ട് വക്കീൽ സീനിയർ വക്കീലും അപ്പനെ പറ്റി അപ്പൊ പറഞ്ഞു, അപ്പനെ തല്ലിക്കൊന്നിട്ടില്ലേ അവനോട് നിൽക്കണമില്ല. അതുപോലെയാണ് നമ്മൾ ഗ്രാമസഭ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ആ ബോഡിയെ പുറംകാലം കൊണ്ട് തട്ടി കുറച്ച് മന്ത്രിമാരുടെയും MLA-മാരുടെയും കൈകളിലേക്കും അവരുടെ ഗൂഢസംഘത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രത്തിലും പതിച്ചു കൊടുത്ത അതിഗുരുതരമായ പാപത്തിൽ പങ്കാളികളാണ് ഞാനിന്ന്. അത് തിരിച്ചു പിടിക്കണം. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഗ്രാമസഭകൾക്ക് ശക്തി ഉണ്ടാകാൻ നമ്മൾ വേറെ ഒന്നും ചെയ്യണം. ഈ ഗ്രാമസഭാ നിയമം, ഗ്രാമപഞ്ചായത്ത് നഗരപാലിക ബില്ല്
കേരള സർക്കാർ നിയമമാക്കിയപ്പോൾ അന്നുണ്ടായിരുന്ന മൂലനിയമത്തിൽ ഉണ്ടായിരുന്ന അധികാരങ്ങൾ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായപ്പോൾ ആദ്യം എൻ്റെ വീട്ടിൽ വന്നതൊരു ബാർമൂലത്തിലെ എൻ്റെ അമ്മ എന്നെ കളിയാക്കി പറഞ്ഞത് എൻ്റെ ആള് പറഞ്ഞു നേരെ അതാ ഞാൻ അപ്പൊ അയാൾ പറഞ്ഞ അയാളുടെ ലൈസൻസ് പുതുക്കാറായി. ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത ലൈസൻസ് പുതുക്കണമെങ്കിൽ ആരുടെ അനുവാദം വേണം? ജില്ലാ പഞ്ചായത്തിന്റെ അനുവാദം വേണം, ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനുവാദം വേണം, ഗ്രാമപഞ്ചായത്തിന്റെ അനുവാദം വേണം, ഗ്രാമസഭയുടെ അനുവാദം വേണം. എന്റെ നാട്ടിൽ മദ്യം വിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവസാനത്തെയും ആദ്യത്തെയും അധികാരം ഗ്രാമസഭയിൽ കിട്ടും. അന്നാണ് ഞാൻ എന്തൊരു ധൈര്യം. പിന്നെ ഒരു പാറ മുതലാളിയുണ്ട്. ഞാൻ പറഞ്ഞു സമ്മതിക്കില്ല. പാറ മുതലാളിക്ക് ഇനി പാറ വെക്കുന്ന ഗ്രാമസഭയുടെ അനുവാദം വരുന്നേ അതൊരു നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഐക്യകണ്ഠേന പാസ്സാക്കപ്പെട്ട നിയമമാണ് നമ്മുടെ നിയമം. പാറ പൊട്ടിക്കാൻ അധികാരമാണ്, മണൽ കോരാൻ അനുവാദം വേണം, മണ്ണെടുക്കാൻ അനുവാദം വേണം, മരം വെട്ടാൻ അനുവാദം വേണം. ഒന്നിലും രണ്ടിലും പോകാനുള്ള അനുവാദം ഒഴികെ എല്ലാ അനുവാദവും ഗ്രാമസഭയിൽ നിന്ന് കിട്ടണം, ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കിട്ടണം, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടണം, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർ കൂടിയത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ശരിയാവോ? പിന്നെ എം എൽ എമാർക്ക് എന്ത് പണി? എന്ത് മന്ത്രി? ഇതെല്ലാം ഗ്രാമസഭയിൽ പാസ്സാക്കി വരുമ്പോ കൊല്ലത്തിലെടുക്കും. ആദ്യം ആറും വെട്ടി, ബാറാണ് കേട്ടോ ആദ്യം വെട്ടി. പിന്നെ അയാളെ കണ്ടതുണ്ടായി. ആര്? ഈ ബാർ മുതലാളി എന്നെ കൊണ്ട് ഏതിട്ടില്ല. ലോറി എടുത്ത് കൊല്ലാനൊന്ന് പറയും. എല്ലാ അധികാരികളും പോകും. കപ്പലണ്ടി ഇങ്ങനെ പൊളിച്ചിട്ട് പുറത്ത കപ്പലണ്ടി തോട് നമ്മുടെ തന്നിട്ട് അതിൻ്റെ ഉള്ളില് നല്ല മധുരമുള്ള അഞ്ചുണ്ട്. അതാണ് ആര്? ഈ പൊളിറ്റിക്കൽ ലീഡർ. എന്നിട്ട് അവരൊരു വർഗം ഉണ്ടാക്കി. ആ വർഗത്തിനെയാണ് ബർത്ത് ഓഫ് എ ന്യൂ ക്ലാസ്, പുത്തൻ വർഗത്തിന്റെ ജന്മം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്ന് പറയണത്, ഈ പുസ്തകത്തിൽ ഇന്നത്തെ പത്രത്തിൽ പറയണത് സ്വന്റെ ഒട്ടുപോയി. സ്വന്റെ ഒട്ടുപോയെന്നോ നമ്മുടെ ക്രിസ്ത്യാനി കർത്താവിനെ മറന്നു. ക്രിസ്ത്യാനിയുടെ അനുവാദം വാങ്ങിച്ചാണോ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും? മുസ്ലിം വോട്ട് ചെയ്തപ്പോ അള്ളാഹനെ ഓർത്ത് വോട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ജയിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രവൃത്തി അപ്പം തല്ലി കൊന്നതുകൊണ്ട് എന്നെ വെറുതെ വിടണം എന്ന് ആ പാവപ്പെട്ട പ്രതി പറഞ്ഞതുപോലെ നമുക്ക് യാതൊരു പ്രോബ്ലം. എല്ലാ പ്രോബ്ലം അല്ല അവരുടെ അവരുടെ എല്ലാ പ്രോബ്ലം മറ്റുള്ളവരുടെ മേൽ ചാരി വെച്ച് എനിക്കൊരു പ്രോബ്ലം ഇല്ല എന്ന് പറയുന്നതിന്റെ പേരാണ് രാവണൻ. അപ്പോ അധികാരത്തിന്റെ കേന്ദ്രീകരണത്തെ തടയാൻ ജനാധിപത്യത്തിന്റെ കയ്യിൽ ഇന്ത്യൻ ഭരണഘടന പാസാക്കി തന്ന ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന, ഗ്രാമസഭ എന്ന് പറയുന്ന അതിവിശാലമായ ജനകീയ ഇടപെടലിന്റെ വേദിയെ തിരിച്ചു പിടിക്കാൻ ത്രാണിയും തന്റേടവും ധൈര്യവുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മമ്മൂട്ടി നിങ്ങളൊക്കെ കൂടി മാറും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു തവണ കൂടി കൈയടിക്കണം. മാറുന്ന ഉറപ്പില്ലാത്ത ചേട്ടൻ ഇവിടെ വരെ കൈ ഒഴിച്ചു കൈ സത്യസന്ധനാണ്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്ന അധികാരത്തിന്റെ ഫലം ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് കേരളത്തോട് പറയാനുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വേദിയായി ഈ വേദി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ കേരളത്തിന്റെ എല്ലാ അവസ്ഥകളും നമുക്ക്
ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന പുതിയ സംസ്കാരം, ഇൻഫർമേഷൻ ടെക്നോളജി ബയോടെക്നോളജിയും കൂടി നിർമ്മിത ബുദ്ധി മനുഷ്യബുദ്ധിയേക്കാൾ കൂടുതൽ പ്രയോഗിക്കപ്പെടുന്ന കേരളത്തിൽ കമ്പാഷൻ, കരുണ എന്ന് പറയുന്നത് പോലും ഉണ്ടാകും. ഞാനിവിടെ കണ്ടില്ലല്ലോ കൊടും ചൂടിൽ പിന്നെ മക്കയിലേക്ക് പോയി കൊടും ചൂടിൽ മരിച്ച ഇന്ത്യക്കാരടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ, അവരുടെ പേരിൽ ഒരു അനുശോചന പ്രമേയം ആരും പാസ്സാക്കുന്നുണ്ടോ? പാസ്സാക്കുന്നുണ്ടോ? ഉണ്ടോ? അവരുടെ ഡെഡ് ബോഡികൾ വിമാനത്താവളങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നില്ല. ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാൻ പോണ പോലെ ഒരു ബാഗ് എടുത്ത് ആരും എയർപോർട്ടിൽ പോയിരിക്കുന്നില്ല. എന്തോരം പ്രൊസീജിയർ എന്നറിയോ വിമാനത്തിൽ പോകണമെങ്കിൽ. അതൊരു മന്ത്രിക്ക് പോകണമെങ്കിൽ അതിനേക്കാളും ഭയങ്കര പ്രോട്ടോകോൾ. പത്രങ്ങൾ പോലും ഈ ചൂടിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ മരിച്ചു വീണ ആളുകളെ കുറിച്ച് എഴുതുന്നില്ല. അതുകൊണ്ട് 2025 എന്ന് പറയുന്ന വർഷം നമ്മുടെ വർഷമാണ്. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കോൺഗ്രസിനോട്. എന്താണെന്നറിയോ? കോൺഗ്രസ് ഇപ്പോ ഈ മാസം വയനാട്ടിൽ, ചൂട് കൂടിയ വയനാട്ടിൽ, കുറഞ്ഞ വയനാട്ടിൽ ഒരു സമ്മേളനം നടത്താൻ പറ്റും. അവിടെ എല്ലാ നേതാക്കന്മാരും നമുക്കൊരൊറ്റ ഡിമാൻഡ്. ഈ ഗ്രാമസഭ, ഈ ത്രിതല പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ അന്നുണ്ടായ മൂലനിയമത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞ എല്ലാ വകുപ്പുകളും കൂട്ടിച്ചേർക്കുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തിത്തന്നെ 100 ഇടങ്ങളിൽ നിങ്ങളുടെ പ്രസ്ഥാനം ഇതിനു വേണ്ടിയുള്ള പൗരസഭകൾ കൂടണം. അതില് രൂപീകരണ സമയത്ത് നമുക്കുണ്ടായിരുന്ന അധികാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വായിച്ചു കാണും. എന്നിട്ട് നമ്മിൽ നിന്ന് ഇവർ കവർന്നെടുത്ത, ഈ പൊളിറ്റിക്കൽ ക്ലാസ് കവർന്നെടുത്ത അധികാരങ്ങളൊക്കെ തിരികെ ജനങ്ങളിലേക്ക് എത്തണം. അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ശബ്ദമായി, ഐഡിയോളജിയുമായി നിങ്ങൾക്ക് മാറാൻ പറ്റുമെങ്കിൽ 57 നമ്മുടെ കയ്യിൽ തന്ന, 56 നമ്മൾ കയ്യിൽ തന്ന ഈ 10 മൂലധനങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. നിയമസംരക്ഷണത്തോടുകൂടി സംരക്ഷിക്കും. നിങ്ങളെല്ലാവരും നീറ്റ് പരീക്ഷ എഴുതിയതിന്റെ വിവാദങ്ങളല്ലേ കേട്ടത്? എന്റെ കൊച്ചുമോൾ എഴുതിയതാണ് ടീം. 28 ചോദ്യങ്ങളെ ശരിയല്ല എന്നൊരു പത്രസമ്മേളനം നടത്തി. ചോദ്യം ശരിയായാലല്ലേ ഉത്തരം ഉണ്ടാവും. എന്റെ നാട്ടിലൊരു അപ്പാപ്പനുണ്ട്. ഞാൻ സഞ്ചരിക്കുന്നതിന് മുമ്പ് അപ്പാപ്പ ഇല്ല മടങ്ങി കുറ്റിക്കാട്ടുന്ന അമ്മായി മക്കൾ വന്നിട്ട് അമ്മാമ്മയുടെ കുർബാനയിലേക്കാണ്. ഇത് തന്നെ ഇയാളുടെ സ്ഥിരം പരിപാടി. ഇപ്പോഴത്തെ ആളോട് നമ്മൾ ഞാൻ ശ്രദ്ധിക്കുന്നു. എടോ, നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോർന്നതിനേക്കാൾ ഭീകരമാണ് കേരള സർക്കാർ നടത്തിയ കീർന്ന് പരീക്ഷയുടെ 28 ചോദ്യങ്ങൾ ക്യാൻസലാക്കിയിരുന്നത്. 5 ദിവസമായിട്ടാണ് നമ്മൾ പരീക്ഷ നടത്തിയത്. പരീക്ഷയ്ക്ക് ചോദ്യം എഴുതാൻ പോലും പറ്റാത്തവണ്ണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം തകർന്നടിഞ്ഞുപോയി. അതിനൊക്കെ പരിഹാരം ഉണ്ടായിരുന്നു നമ്മുടെ ആദിമ ബില്ല്, ഗ്രാമപഞ്ചായത്ത് രൂപീകരണ ബില്ല്. അവിടെ ഗ്രാമസഭ കൂടി ഒരു സ്കൂളിന്റെയോ ഒരു കോളേജിന്റെയോ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്താൽ അത് 20 ശമ്പളം പോലും കിട്ടില്ല അധ്യാപകർ. ആ കനമുള്ള ഗ്രാമസഭയെ, ആ കനമുള്ള ഗ്രാമപഞ്ചായത്ത് നിയമത്തെ, ആ കനമുള്ള നഗരപാലിക ബില്ലിനെ തിരിച്ചു പിടിക്കുന്ന വർഷമാണ് 2025 പ്രഖ്യാപിച്ചുകൊണ്ട് മിഷൻ 2025 എന്ന ഒരു നൂതനമായ രാഷ്ട്രീയ പാർട്ടി ഉണരുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാൻ പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും ജില്ലാ മെമ്പർ പ്രസിഡന്റിന്റെയും വൈസ് ചെയർമാൻമാരുടെയും ഒക്കെ രൂപത്തിൽ കാണുന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ഉണർവിലേക്ക് ഈ കൂട്ടായ്മ വളരട്ടെ. അത് നേതൃത്വം നൽകുന്ന മുഹമ്മദ് പോലെയുള്ള നല്ല മനുഷ്യർ അതിന് കാരണഭൂതൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കില്ല.
കാരണമാകട്ടെ കുറ്റ വാക്ക് ഉപയോഗിക്കാൻ പറഞ്ഞു. സെൻസേഡ് വാക്കുകൾ, അങ്ങനെ കുറെ സെൻസേഡ് വാക്കുകളുണ്ട് ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു ഗുണവുമുണ്ടാകും. ജനാധിപത്യ അധികാരത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പുതിയ മുന്നേറ്റത്തിന്റെ ഉണർവ്, ഒരു മിഷൻ 2025 ഗ്രാമപഞ്ചായത്തിനെ, നഗരപാലിക പഞ്ചായത്ത് സ്ഥാപനങ്ങളെ അധികാരത്തോടുകൂടി പുനഃസ്ഥാപിക്കാനുള്ള ഒരു മഹാവിപ്ലവത്തിന്റെ തുടക്കമായി ഈ മധ്യാഹ്നത്തിന് കഴിയുമാറാകട്ടെ എന്ന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലാ